ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERT 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ ഒന്നാമത്തെ ലെസനായ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഈ ലെസനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടും ഡച്ചുകാരെ കുറിച്ചിട്ടുമാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ചിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാം. ദി ഫ്രഞ്ച്. ആഫ്റ്റർ ദ ഡച്ച്, ദ ബ്രിട്ടീഷ് ആൻഡ് ദെൻ ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച്, ഇങ്ങനെയാണ് അവർ വന്ന ഓർഡർ. ഇപ്പൊ ഡച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാരും അതിനുശേഷം ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ എത്തിച്ചേർന്നു. The wars fought between the British and the French for dominance in South India are known as Carnatic Wars. എന്താണ് ഡോമിനൻസ് എന്ന് പറഞ്ഞാല്? ആധിപത്യം. ഇപ്പൊ ദക്ഷിണേന്ത്യയില്, സൗത്ത് ഇന്ത്യയില് ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. The wars fought between the British and the French for dominance in South India are known as the Carnatic Wars. The British won in this decisive war. ഈ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? ബ്രിട്ടീഷുകാരായിരുന്നു ജയിച്ചത്. ഫ്രഞ്ച് ഡോമിനൻസ് വാസ് റെഡ്യൂസ്ഡ് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആൻഡ് മാഹി. ഫ്രഞ്ചുകാരുടെ അധികാരം എവിടെ ആയിട്ട് ചുരുങ്ങി? പോണ്ടിച്ചേരി, അതായത് പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടും ഡച്ചുകാരെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മാപ്പ് നോക്കുന്നതിന്റെ മുന്നായിട്ട് നമുക്ക് എന്താണ് കർണാട്ടിക് വാഴ്സ് നോക്കാം. കർണാട്ടിക് യുദ്ധങ്ങൾ, കർണാട്ടിക് വാഴ്സ് എന്ന് പറഞ്ഞാല് ദ വാഴ്സ് ഫോർട്ട് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച്. The wars fought between British and the French in India are known as the Carnatic Wars. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ, ഇന്ത്യയിൽ വെച്ചുണ്ടായ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. These battles took place in the Carnatic region, which included a major portion of the present-day Tamil Nadu and coastal areas of southern Andhra Pradesh. എവിടെയായിരുന്നു യുദ്ധം നടന്നത്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. There were 3 Carnatic Wars. എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്? 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ മാപ്പ് ഒന്ന് പരിശോധിക്കാം. ആ മാപ്പില് റെഡ് കളറ്, ബ്ലൂ കളറ്, ഗ്രീൻ കളറില് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് കളറിലുള്ള സ്ഥലങ്ങളാണ് പോർച്ചുഗീസ് അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ. ഏതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങള്? ദാമൻ, ദിയു, ഗോവ, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു പോർച്ചുഗീസുകാരുടെ അധീനതയിൽ. ഡച്ച് അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്, നാഗപട്ടണം, ഇതൊക്കെയാണ് ഡച്ച് അധീനതയിൽ ഉണ്ടായിരുന്നത്. ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഗ്രീനിൽ കൊടുത്തിട്ടുണ്ട്. യാനം, പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ താഴെ കൊടുത്തിരിക്കുന്ന ഈ ടേബിള് ഫില്ല് ചെയ്യാൻ പറ്റും. കൊച്ചി, ഗോവ, ദാമൻ, ദിയു ആയിരുന്നു പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങള്. ഡച്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് ഏതൊക്കെയാണ്? നാഗപട്ടണം, അഹമ്മദാബാദ്, ബറോച്ച്, സിൻസുര. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്രം ട്രേഡ് ടു പവർ. അത് പറഞ്ഞാൽ എന്താണ്? കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അതായത് ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ ഓൺലി ഫോർ ട്രേഡ്. പിന്നെയാണ് അവര് നമ്മളെ രാജ്യത്ത് അധികാരം സ്ഥാപിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ബ്രിട്ടീഷുകാര്, നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കർണാട്ടിക് യുദ്ധം ഉണ്ടായി. കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ ഡിഫീറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഒക്കെ ഫലമായി പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉണ്ടായ കുളച്ചൽ യുദ്ധത്തെ കുറിച്ചിട്ട് പറഞ്ഞു.
ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. അപ്പൊ ബ്രിട്ടീഷുകാരാണ് അടുത്തതായിട്ട് അധികാരത്തിലേക്ക് വരുന്നത്. കച്ചവടത്തിന് വന്ന ആൾക്കാര് അധികാരത്തിലേക്ക് വരികയാണ്. അവര് വന്ന വഴികൾ നമുക്കൊന്ന് നോക്കാം. വി ഹാഡ് എ ഡിസ്കഷൻ ഓൺ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ലെസൺ. നമ്മൾ തുടക്കത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയിലേക്ക് കപ്പലയച്ചതും അതിൽ അവർക്ക് കിട്ടിയ ലാഭത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1600 ഫോർ ട്രേഡ് വിത്ത് ഏഷ്യ. ഏഷ്യയുമായിട്ടുള്ള കച്ചവടത്തിനായിട്ട് എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. ദി റെപ്രസെന്റേറ്റീവ് ഓഫ് ദ കമ്പനി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് obtained permission from the then Mughal Emperor Jahangir to set up a factory in Surat. എന്ത് ചെയ്തു? കമ്പനിയുടെ പ്രതിനിധി ആയിരുന്ന ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിൽ നിന്നും സൂററ്റില്, ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവട താവളം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുമതി നേടി. അപ്പം ജഹാംഗീർ, അതായത് അക്ബറിന്റെ മകനായ ജഹാംഗീർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് സൂറത്തിൽ ഒരു കച്ചവട താവളം അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ കമ്പനി ദെൻ സ്റ്റാർട്ടഡ് ഫാക്ടറീസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് മാത്രം അവർ ഒതുങ്ങിയോ? സൂറത്തിൽ മാത്രമല്ല, അവര് കമ്പനി എന്തൊക്കെ ചെയ്തു? വിവിധ സ്ഥലങ്ങളിൽ ഫാക്ടറികൾ ആരംഭിച്ചു. ആഫ്റ്റർ ഗെയിൻ ഡോമിനൻസ് ഇൻ മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കട്ട, the company began to interfere in the administration of these territories. ബോംബെ, മദ്രാസ്, കൽക്കട്ട ഈ സ്ഥലങ്ങളിലൊക്കെ അധികാരം സ്ഥാപിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? ഭരണകാര്യങ്ങളിൽ കൂടി ഇടപെടാൻ തുടങ്ങി. ഇനി അതിന് മുമ്പായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവര് മദ്രാസ്, ബോംബെ, കൽക്കട്ട, അതിന് ഇപ്പോഴത്തെ പേരൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഒക്കെ ഇവര് അധികാരം സ്ഥാപിച്ചത് എന്ന് നോക്കാം. ഇൻ 1639 ദി നേറ്റീവ് കിങ് ദമർല വെങ്കടാദ്രി നായക ceded the port of Madras to the British for a long period with the condition that he would get half of the toll revenue of the port. മദ്രാസ് എങ്ങനെയാണ് ഇവരുടെ അധികാരത്തിൽ വന്നത്? 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനം, അവരുടെ ആ ടോൾ ടാക്സ്, ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അങ്ങനെ അവര് മദ്രാസ് അവരുടെ ആധിപത്യത്തിലാക്കാൻ തുടങ്ങി. ഇനി ബോംബെ എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത്? ബോംബെ വാസ് ഗിഫ്റ്റഡ് ടു ദ ബ്രിട്ടീഷ് കിങ് ചാൾസ് II when he married the Portuguese princess Catherine in 1662. അപ്പൊ ബോംബെ ഒക്കെ പോർച്ചുഗീസുകാരുടെ ബ്രിട്ടീഷുകാർ വരുന്നതിന്റെ മുമ്പ് ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരും ഡച്ചും ഒക്കെ ആയിരുന്നു. അപ്പൊ ബോംബെ പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു. അങ്ങനെ 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം കഴിച്ചപ്പോ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് II ഡവറിയായിട്ട് അല്ലെങ്കിൽ ഉപഹാരമായിട്ട് ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് എന്ത് ചെയ്തു? രാജാവ് ഈ പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അങ്ങനെ ബോംബെയും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഫോർട്ട് വില്യം വാസ് ബിൽറ്റ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1698 around the three villages of സുധനദി, കാലിക്കറ്റ and ഗോബിന്ദ്പൂർ. Gradually, the area became a town and came to be known as Calcutta. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം ഒരു പട്ടണമായിട്ട് മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ഫോർട്ട് വില്യം വാസ് ബിൽറ്റ് ബൈ ബ്രിട്ടീഷ് ഇൻ 1698. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു? ബോംബെ, കൽക്കട്ട, മദ്രാസ് ഈ സ്ഥലങ്ങളിലൊക്കെ
ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം നേടിക്കൊടുത്ത് അവര് ഇവിടങ്ങളിലെ ഭരണകാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. ദി ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. വളരെ പ്രധാനപ്പെട്ട യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. നമുക്കറിയാം 1526 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുണ്ടായ യുദ്ധമാണ് 1526. അതിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ എംപയർ സ്ഥാപിച്ചു. അതുപോലെ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞ പ്ലാസി ഒരു ഇസ് ദ നെയിം ഓഫ് എ പ്ലേസ്. ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡോമിനൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത്. ആരുമായിട്ടായിരുന്നു യുദ്ധം? ദി നവാബ് ഓഫ് ബംഗാൾ സിറാജുദ്ദൗള വാസ് ഡിഫീറ്റഡ് ഇൻ ദിസ് ബാറ്റിൽ by the forces of English East India Company led by റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് നയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. അതാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസിയെ കുറിച്ച് ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ ദ ബാറ്റിൽ ഫോർട്ട് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദി നവാബ് ഓഫ് ബംഗാൾ ഇൻ 1757. അതിൽ എന്ത് സംഭവിച്ചു? സിറാജുദ്ദൗള വാസ് ഡിഫീറ്റഡ് ബൈ റോബർട്ട് ക്ലൈവ് ഇൻ ദിസ് ബാറ്റിൽ. ദി കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ ഹെൽപ് ദ ബ്രിട്ടീഷ് ടു ബ്രിങ് അതർ പാർട്ട് ഓഫ് ഇന്ത്യ അണ്ടർ their control. ബംഗാൾ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് റിച്ചസ്റ്റ് പ്രോവിൻസ് ദാറ്റ് ടൈം. ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ കൂടി തങ്ങളുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാൻ സഹായകമായി. ലാൻഡ് ടാക്സസ് ഇൻ അഗ്രികൾച്ചറലി റിച്ച് ബംഗാൾ ഹെൽപ് ദ ബ്രിട്ടീഷ് ബിൽഡ് അപ്പ് ദെയർ മിലിറ്ററി പവർ ആൻഡ് റേസ് മണി ടു കോൺകർ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി. ബംഗാള് കീഴടക്കിയപ്പോൾ അവർക്ക് അവിടെ നിന്നുള്ള ടാക്സ് ലഭിച്ചു. അപ്പൊ എന്ത് ചെയ്തു? മറ്റുള്ള ഇന്ത്യൻ പ്രോവിൻസസ് കൂടി കീഴടക്കാൻ വേണ്ട പൈസ അവിടുന്ന് പണം അവിടുന്ന് അവർ കണ്ടെത്തി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തി. അതുമൂലം നമ്മുടെ രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി അവർക്ക് കീഴടക്കാനുള്ള പണം ലഭിച്ചു. വിത്ത് ദ ബാറ്റിൽ ഓഫ് ബുക്സാർ, ബാറ്റിൽ ഓഫ് പ്ലാസി 1757 ആണ്. ബാറ്റിൽ ഓഫ് ബുക്സാർ 1764 വിത്ത് ദ ബാറ്റിൽ ഓഫ് ബുക്സാർ വളരെ പ്രധാനപ്പെട്ട യുദ്ധം തന്നെയാണ് ബാറ്റിൽ ഓഫ് ബുക്സാർ. ദ കമ്പനി അക്വയർഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഇൻ ദി പ്രൊവിൻസസ് ഓഫ് ബീഹാർ, ബംഗാൾ ആൻഡ് ഒറീസ. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടു കൂടി ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. എങ്ങനെയാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് ലഭിച്ചത്? 1764 ബാറ്റിൽ ഓഫ് ബക്സാറോട് കൂടിയിട്ട്. അങ്ങനെ എന്ത് ചെയ്തു? അവർ ഈ പ്രവിശ്യകളിൽ നിന്നൊക്കെ ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. വിത്ത് ദാറ്റ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസൻസ് ഇൻ ഇന്ത്യ ബിക്കെയിം സ്ട്രോങ്ങർ. അങ്ങനെ അതോടുകൂടി ഇന്ത്യയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. ഇനി ആരുമായിട്ടായിരുന്നു ബാറ്റിൽ ഓഫ് ബക്സാർ? ബാറ്റിൽ ഓഫ് ബക്സാർ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ബാറ്റിൽ ഓഫ് പ്ലാസിയില് ബംഗാൾ നവാബായ സിറാജുദ്ദൗളയാണ് ഡിഫീറ്റ് ചെയ്തത്. എന്നാൽ ബാറ്റിൽ ഓഫ് ബക്സാറിൽ എന്താ സംഭവിച്ചത്? ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് ദി കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ദി മുഗൾ റൂളർ ഷാ ആലം സെക്കൻഡ്, ദ നവാബ് ഓഫ് ഔധ് ഷുജാഉദ്ദൗള ആൻഡ് ദി നവാബ് ഓഫ് ബംഗാൾ മീർ കസീം. ഇതില് ഈ ബാറ്റിൽ ഓഫ് ബക്സാർ പ്രാധാന്യം നേടാൻ കാരണം എന്താണ്? ഇതിൽ ഒരാളെ അല്ല ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു കമ്പൈൻഡ് ഫോഴ്സസിനെയാണ് ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ്? മുഗൾ റൂളർ ഷാ ആലം സെക്കൻഡ്, നവാബ് ഓഫ് ഔധ് ഷുജാഉദ്ദൗള, നവാബ് ഓഫ് ബംഗാൾ മീർ കസീം. ഇവര് മൂന്നാളും ആയിട്ടുള്ള ഒരു കമ്പൈൻഡ് ഫോഴ്സസിനെയാണ് ബ്രിട്ടീഷുകാര് ഈ ബാറ്റിൽ ഓഫ് ബക്സാറിൽ
1764 പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ശക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്കസ് ഹൗ ദ കമ്പനി അറ്റൈൻഡ് ഡോമിനൻസ് ഇൻ മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കട്ട ആൻഡ് ഇന്റർഫിയർഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് ടെറിറ്ററീസ്. ഇനി അത് പറഞ്ഞിട്ട് താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. റോബർട്ട് ക്ലൈവിന്റെ പ്രസിദ്ധമായ കോട്ടാണത്. സെൻഡ് മീ 2000 സോൾജിയേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ഈ സെയിം റോബർട്ട് ക്ലൈവ് ആണ് നമ്മുടെ ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയെ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ പരാജയപ്പെടുത്തിയത്. യു ഹാവ് റെഡ് ദ വേർഡ്സ് ഓഫ് റോബർട്ട് ക്ലൈവ്, ഹു വാസ് ദ മിലിറ്ററി കമാൻഡർ ഓഫ് ദ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകളാണ് നമ്മൾ മേലെ വായിച്ചത്. വൈ ഡു യു തിങ്ക് ഹി കമാൻഡഡ് ലൈക്ക് ദിസ്? ബിക്കോസ് ഹി വാസ് ഹാവിങ് ദാറ്റ് മച്ച് കോൺഫിഡൻസ്. ആ സമയത്ത് ഇന്ത്യയിലെ അവസ്ഥ എന്തായിരുന്നു? ഡിസ്യൂണിറ്റി അമംഗ് ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം. ഈ ഒരു പ്രത്യേകതകൾ കൊണ്ടൊക്കെ തന്നെയാണ് 2000 പട്ടാളക്കാരെ അയച്ചു തന്നാല് ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാന്നുള്ള അത്രയ്ക്കും കോൺഫിഡൻസ് റോബർട്ട് ക്ലൈവിന് വന്നത്. ഡിസ്യൂണിറ്റി അമംഗ് ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്, മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രീമസി ഓഫ് ദ ബ്രിട്ടീഷ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യകളും അവരെ ജയിക്കാൻ വേണ്ടിയിട്ട് കാരണമായി. അങ്ങനെ എന്ത് ചെയ്തു? അവര് ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങി. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് ദ കമ്പനി. ഇന്ത്യ അന്ന് ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും കമ്പനിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബാറ്റിലൊക്കെ നമുക്ക് നോക്കാം. The princely states of India were subjugated by the British through wars and diplomacy. എങ്ങനെയാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്? യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് അവർ പരാജയപ്പെടുത്തിയത്. The Anglo-Mysore wars were fought between the southern princely state of Mysore and the East India Company. Anglo-Mysore war, 4 ആംഗ്ലോ മൈസൂർ വാഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ആരുമായിട്ടായിരുന്നു? ആംഗ്ലോ എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാരും മൈസൂരും തമ്മിലുള്ള യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ വാർ. 4 മൈസൂർ വാഴ്സാണ്, ആംഗ്ലോ മൈസൂർ വാഴ്സാണ് ഉണ്ടായിരുന്നത്. മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലിയും അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താനും ഈ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി. The Anglo-Mysore wars were fought between the southern princely states of Mysore and the English East India Company. The Mysore army was led by Hyder Ali, who was the ruler of Mysore, and his son Tippu Sultan. After the death of Hyder Ali, then Tippu Sultan took the leadership. The company army and the Mysore Sultan clashed 4 times. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് ഈ യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. അങ്ങനെ ആഫ്റ്റർ ഹൈദർ അലീസ് ഡെത്ത് ഇൻ 1782, ടിപ്പു സുൽത്താൻ കമാൻഡഡ് ദി മൈസൂർ ഫോഴ്സസ്. ഇൻ ദി 4th മൈസൂർ വാർ, 1799, Mysore fell when Tipu Sultan was killed by the company forces. എന്താ സംഭവിച്ചത്? ഹൈദർ അലിയുടെ മരണത്തിന് ശേഷം ടിപ്പു സുൽത്താൻ ആയിരുന്നു യുദ്ധം നയിച്ചിരുന്നത്. അങ്ങനെ 1799 4ാം മൈസൂർ യുദ്ധത്തില് കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടുകൂടി മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. നമ്മളുടെ ഓരോ പ്രിൻസിലി സ്റ്റേറ്റും എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി എന്നുള്ളതാണ് പറയുന്നത്. ദി ആംഗ്ലോ മറാത്ത വാർസ് വെർ ഫോർട്ട് ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ മറാത്ത കിങ്ഡം. മൈസൂരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ വാർസ്.
there were 4 Anglo-Mysore war. എത്ര ആംഗ്ലോ മറാത്ത വാഴ്സ് ഉണ്ടായിരുന്നു? 3 ആംഗ്ലോ മറാത്ത വാഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. With the third Anglo-Maratha war, the Maratha territories came under the British control. അങ്ങനെ മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാറോട് കൂടിയിട്ട് മറാത്ത ടെറിറ്ററീസ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. With the defeat of the Sikhs in the Anglo-Sikh war between English and East India Company and the Sikhs, Punjab came under the British rule. അപ്പോൾ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി, മറാത്ത ടെറിറ്ററീസ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിൽ സിഖുകാരുടെ പരാജയത്തോടു കൂടി പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യം സംബന്ധിച്ച് പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അവർക്ക് ബോംബെ, മദ്രാസ്, കൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങൾ അവരുടെ കീഴിലായത്, അതുപോലെ തന്നെ മൈസൂര്, മറാത്ത ടെറിറ്ററീസ്, പഞ്ചാബ്, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിന്റെ ടൈം ലൈനും വെച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാം. The aim of the British was to produce maximum wealth from the conquered territories. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കച്ചവടത്തിനായിട്ട് വന്ന ആൾക്കാരാണ്. കച്ചവടത്തിനായിട്ട് വരുമ്പോൾ അവരുടെ മെയിൻ എയിം എന്തായിരുന്നു? പ്രോഫിറ്റ് മേക്കിംഗ് ആയിരുന്നു, ലാഭം ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അവര് കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. The methods adopted by them for this include trade tax collection and the wars. ഇതിനു വേണ്ടിയിട്ട് അവർ എന്തൊക്കെ മെത്തേഡാണ് ഉപയോഗിച്ചത്? കച്ചവടം നടത്തി, ഇവിടുന്ന് ഡ്യൂട്ടി ഫ്രീ ട്രേഡ് ഒക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്നത്. നികുതി പിരിച്ചു, യുദ്ധങ്ങളിലൂടെ കുറെ സ്ഥലങ്ങൾ അവരുടെ കീഴിലാക്കി. അപ്പൊ അവിടെ നിന്നൊക്കെ അവർക്ക് ഈസി ആയിട്ട് നികുതി പിരിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ദ ടാക്സ് പോളിസീസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നടത്തിയ, അതായത് ഇന്ത്യയിൽ ഒരു ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക, നികുതി നയങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. എന്തായിരുന്നു നികുതി? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ഇൻ 1793 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് സ്ഥലങ്ങളിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബംഗാൾ, ബീഹാർ, ഒറീസ. ആരാണ് എക്സിക്യൂട്ട് ചെയ്ത പേഴ്സൺ? ലോർഡ് കോൺവാലിസ് പ്രഭു. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്താന്ന് ചോദിച്ചാല്, ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ത് ചെയ്തു? വിളവിലുള്ള ഏറ്റക്കുറച്ചില്, farmers were required to pay a fixed amount as tax regardless of fluctuations in yield. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ടും നികുതി, ലാൻഡ് റവന്യൂ ഫിക്സ് ചെയ്തു. ഇപ്പോൾ ക്രോപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹാർവസ്റ്റിന്റെ സമയത്തൊക്കെ ക്രോപ്സ് കുറവാണെങ്കിൽ കൂടി അവർക്ക് ഫിക്സ് ചെയ്ത ആ നികുതി കിട്ടണമായിരുന്നു. അതാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ. പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്തു. ആരായിരുന്നു റവന്യൂ ഇവിടെ കളക്ട് ചെയ്തിരുന്നത്? The zamindars who were the landlords collected high taxes on behalf of the British. ബ്രിട്ടീഷുകാരുടെയും കർഷകരുടെയും ഇടയിൽ ഉണ്ടായിരുന്ന ഇടനിലക്കാരായിരുന്നു ജമീന്ദാർമാര്. അവരാണ് നികുതി കളക്ട് ചെയ്തത്. ഇപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1793. ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് in Bengal, Bihar and Orissa. Zamindars collected revenue instead of British. Land revenue was fixed forever. Land revenue fix ചെയ്തു അവര്. ഇനി അടുത്തതായിട്ട് നമുക്ക് റൈറ്റ് വാരി സിസ്റ്റത്തെ കുറിച്ചിട്ട് നോക്കാം. ഇൻ 1820 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സൗത്ത് ഇന്ത്യ, ഡെക്കാൻ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നടപ്പിലാക്കിയത്? തോമസ് മൺറോ ആൻഡ്
അലക്സാണ്ടർ റീഡ്. അവിടെ കോൺവാലിസ് ആണെങ്കിൽ ഇവിടെ തോമസ് മൺട്രോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ഇനി എന്തൊക്കെയായിരുന്നു ഇതിന്റെ പ്രത്യേകതകള്? ഇപ്പൊ ഇവിടെ റയട്ട് വാരി എന്ന് പറഞ്ഞാൽ, റയട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? കർഷകനാണ്. റയട്ട് എന്ന് പറഞ്ഞാൽ പെസന്റ് അല്ലെങ്കിൽ കർഷകനാണ്. റയട്ട് വാരി ഇപ്പൊ അവിടെ നമ്മൾ പെർമനന്റ് സെറ്റിൽമെന്റിനെ പറയുന്ന വേറൊരു പേരാണ് ജമീന്ദാരി സിസ്റ്റം എന്ന് പറയും. കാരണം ജമീന്ദാർമാരായിരുന്നു കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് നികുതി പിരിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ആരാണ്? പെസൻസ് വെയർ കൺസിഡേർഡ് ആസ് ലാൻഡ് ലോർഡ്സ്. ഇവിടെ കർഷകരെ ഭൂ ഉടമകളായിട്ട് പരിഗണിച്ചു. കർഷകരായിരുന്നു നികുതി നൽകിയിരുന്നത്. ഇന്റർമീഡിയറീസ് ആയിട്ട് ജമീന്ദാർമാരുണ്ടായിരുന്നില്ല. ദ ബ്രിട്ടീഷ് കളക്ടഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. ദി ബ്രിട്ടീഷ് സീസ്ഡ് ദ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹു ഫെയിൽഡ് ടു പേ ടാക്സ്. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിരിച്ചെടുത്തു. അപ്പൊ റൈറ്റ് വാരി എന്ന് പറഞ്ഞാൽ കർഷകർ നേരിട്ട് നികുതി കൊടുക്കുക. അടുത്തത് മഹൽവാരി സിസ്റ്റം ഇൻ 1822. മഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹൽ എന്ന് പറഞ്ഞാൽ വില്ലേജ് ആണ്. ഇനി ഇത് എവിടെയാണ് നടപ്പിലാക്കിയത്? നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ്, ഇവിടെയൊക്കെയാണ് നടപ്പിലാക്കിയത്. ആരാ നടപ്പിലാക്കിയത്? ഹോട്ട് മെക്കൻസി. ഇനി എന്താണ് ഇവിടെ? ഇപ്പോൾ ജമീന്ദാരി സെറ്റിൽമെന്റിൽ ജമീന്ദാരി നികുതി കളക്ട് ചെയ്തു. റൈറ്റ് വാരി സിസ്റ്റത്തിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ കർഷകനാണ്, കർഷകർ നേരിട്ട് നികുതി കൊടുത്തു. മഹൽവാരി സിസ്റ്റത്തിൽ ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. മഹൽ എന്ന് പറഞ്ഞ വില്ലേജ് ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയിട്ടാണ് നികുതി പിരിച്ചത്. വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു ബ്രിട്ടീഷുകാർക്ക് നികുതി കളക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. ദ വില്ലേജ് വിച്ച് ഡിഫോൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെന്റ് വാസ് അനക്സ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇങ്ങനെ യുദ്ധങ്ങളായിട്ടും ഡിപ്ലോമാറ്റിക് പോളിസികളായിട്ടും അതുപോലെ പല പല ട്രിക്സ് ഉപയോഗിച്ചിട്ടുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഓരോരോ ടെറിറ്ററികൾ അവരുടെ കീഴിലാക്കിയത്. നോക്കിയേ, ലെറ്റ്സ് എക്സാമിൻ ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ടാക്സേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ്. എന്താ ചെയ്തത്? ഹയർ ടാക്സ് റേറ്റ്, ഉയർന്ന നികുതി നിരക്ക്. പിന്നെ അതുപോലെ തന്നെ അവര് റവന്യൂ വാസ് ഫിക്സ്ഡ് പെർമനന്റ്ലി ഇൻ സം പ്ലേസസ്. ജമീന്ദാസ് കളക്റ്റഡ് റവന്യൂ. സം അതർ ഏരിയാസ് റൈറ്റ് പെയ്ഡ് ദി ടാക്സ്. മറ്റുള്ള സ്ഥലത്ത് എന്ത് ചെയ്തു? ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കിയിട്ട് ഗ്രാമം മൊത്തം ആ ടാക്സ് അല്ലെങ്കിൽ വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു ടാക്സ് കൊടുത്തിരുന്നത്. ടാക്സ് കൊടുക്കാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ആ ഒരു നികുതിയിൽ യാതൊരു ഇളവും, ഇപ്പൊ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായപ്പോലും യാതൊരു ഇളവും ബ്രിട്ടീഷുകാർ നൽകിയിരുന്നില്ല. ഹൈ ടാക്സ് കളക്ട് ചെയ്തു. ആ ഹൈ ടാക്സ് കൊടുക്കാത്ത ആൾക്കാരെ ആ സ്ഥലം അവർ പിടിച്ചെടുത്തു. അപ്പോൾ ഇന്റർമീഡിയറ്റ്സ് ജമീന്ദാസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ട് ടാക്സ് കളക്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇന്ത്യൻ കർഷകർക്ക് അവർക്ക് ആ ഒരു ലാഭം അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് തന്നെ പൈസ തികയാതെയായി. കാരണം ബ്രിട്ടീഷുകാരുടെ ഇപ്പോൾ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാകുമ്പോഴും ബ്രിട്ടീഷുകാർക്ക് ഫിക്സ് ചെയ്ത അതേ ഒരു ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വിത്ത് ദ ഇൻട്രഡക്ഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം ഫാമേഴ്സ് വെർ ഫോഴ്സ്ഡ് ടു ടേക്ക് ലോൺസ് ഫ്രം ദി മണി ലെൻഡേഴ്സ്. ആരാണ് മണി ലെൻഡേഴ്സ്? പൈസയൊക്കെ പലിശക്ക് കടം കൊടുക്കുന്ന ആൾക്കാരാണ് മണി ലെൻഡേഴ്സ്, പണമിടപാടുകാര്. സോ ആസ് നോട്ട് ടു ലൂസ് ദെയർ അഗ്രികൾച്ചറൽ ലാൻഡ്. അവരുടെ ആ അഗ്രികൾച്ചറൽ ലാൻഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബ്രിട്ടീഷുകാരുടെ ഈ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? അവരുടെ ആ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പൈസ ഇവരടുത്ത് ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് അവര് മണി ലെൻഡേഴ്സ്, പണമിടപാടുകാരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങാൻ തുടങ്ങി. ദിസ് റിസൾട്ടഡ് ഇൻ ഫാമേഴ്സ് ഫാളിങ് ഇൻ ടു ഡെപ്റ്റ് ട്രാപ്പ്. കടക്കണിയിൽ നമ്മുടെ കൃഷിക്കാര് കടക്കണിയിൽ അകപ്പെടാൻ തുടങ്ങി. കാരണം എന്താണ്? മണി ലെൻഡേഴ്സിന്റെ അടുത്തുനിന്ന് പൈസ കടം വാങ്ങും.
എന്നിട്ട് അവര് അതിന്റെ ഇൻട്രസ്റ്റ് പലിശയും കൊടുക്കണം. എന്നാൽ അടുത്ത ഹാർവെസ്റ്റ് വരുമ്പോഴും ബ്രിട്ടീഷുകാർ ഹൈ ടാക്സ് ആയിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അപ്പൊ മണി ലെൻഡേഴ്സിന്റെ പൈസ കൊടുക്കാൻ അപ്പോഴും അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ വേറെ മണി ലെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് പോയിട്ട് പൈസ വാങ്ങും. അങ്ങനെ അവർ ഫാമേഴ്സ് ഫാളിങ് ഇൻ ടു ഡെപ്റ്റ് ട്രാപ്പ്, അവര് കടക്കണിയിലായി. മണി ലെൻഡേഴ്സ് ഹാഡ് ദ പവർ ടു സീസ് ദ ലാൻഡ് ഓഫ് ദീസ് ഫാമേഴ്സ്. എന്ത് ചെയ്തു? മണി ലെൻഡേഴ്സിന് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ മണി ലെൻഡേഴ്സും ഇവരുടെ ലാൻഡ് പിടിച്ചടക്കാനുള്ള, അവർക്കും ഇവരുടെ ലാൻഡ് പിടിച്ചടക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ദ ന്യൂ ലീഗൽ സിസ്റ്റം ആൻഡ് ലാൻഡ് ടാക്സ് സിസ്റ്റം ഓഫ് ദ ബ്രിട്ടീഷ് എൻകറേജ്ഡ് മണി ലെൻഡേഴ്സ്. അവരെ പ്രോത്സാഹിപ്പിച്ചു, മണി ലെൻഡേഴ്സിനെ പ്രോത്സാഹിപ്പിച്ചു. പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും ഒക്കെ ഈ പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിച്ചു. കാരണം അവർക്ക് ഇൻട്രസ്റ്റും പലിശയും കിട്ടും. അല്ലെങ്കിൽ ഇവർ ആ ഒരു പൈസ കൊടുക്കാനും സാധിച്ചില്ലെങ്കിൽ ഇവരുടെ ലാൻഡ് പിടിച്ചെടുക്കാൻ വരെ മണി ലെൻഡേഴ്സിന് അധികാരം ഉണ്ടായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തും കൂടെ ചെയ്തു? ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ദ ബ്രിട്ടീഷ് ഫോഴ്സ് ദ ഫാമേഴ്സ് ടു ഗ്രോ ക്യാഷ് ക്രോപ്സ് സച്ച് ആസ് ഇൻഡിഗോ ആൻഡ് കോട്ടൺ വിച്ച് ദേ നീഡഡ്. ഇപ്പൊ നമ്മൾ മുമ്പ് ഭക്ഷ്യവിളകളായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ആ ലാൻഡിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ ബ്രിട്ടീഷുകാര് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ദേ ടോൾഡ് അസ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഷുഗർ കെയിൻ, കോട്ടൺ, ഇൻഡിഗോ തുടങ്ങിയ നാണ്യവിളകൾ നമ്മളെ ഫുഡ് ക്രോപ്സ് ഉണ്ടാക്കുന്നിടത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ ഇതേപോലെയുള്ള ക്രോപ്സ് കൃഷി ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു. ദി സ്പ്രെഡ് ഓഫ് ക്യാഷ് ക്രോപ്സ് ഓൾസോ ലെഡ് ടു റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് വിച്ച് ലെഡ് ടു ഫുഡ് ഷോർട്ടേജ്. അങ്ങനെ എന്ത് വന്നു? ക്യാഷ് ക്രോപ്പ് കർഷകർ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ആ ഒരു ഫുഡ് ക്രോപ്പ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ക്യാഷ് ക്രോപ്പുകളായ ഇൻഡിഗോ, കോട്ടൺ ഒക്കെ കൃഷി ചെയ്യാനുള്ളത്. അങ്ങനെ ക്യാഷ് ക്രോപ്പ് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഫുഡ് ക്രോപ്പ് കുറഞ്ഞു വന്നു. അതുമൂലം ഫുഡ് ഷോർട്ടേജ് ആയി. ഇപ്പൊ നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും അതുപോലെ ഭക്ഷ്യക്ഷാമത്തിനും കാരണമായി. ദിസ് ഇൻക്രീസ്ഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. എന്താണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാല്? വാണിജ്യവൽക്കരണം. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിരുന്നത്, കൃഷി ചെയ്തിരുന്നത്. അതിൽ നിന്ന് ബാലൻസ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുപോയി വിൽക്കും. പക്ഷെ ഇതെന്താണ്? ഇത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ്. ഈ ക്രോപ്സ് ഇൻഡിഗോ, കോട്ടൺ, ഷുഗർ കെയിൻ മുതലായത് നമ്മളുടെ ഒരു നാണ്യവിളയാണത്. അപ്പൊ അത് വിറ്റ് പൈസ ഉണ്ടാവുകയാണ് ചെയ്യുക. അതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഹെൽപ്പ് ദ മണി ലെൻഡേഴ്സ് എക്സ്പ്ലോയിറ്റ് ദ ഫാമേഴ്സ്. അങ്ങനെ മണി ലെൻഡേഴ്സ് ഇവരെ കൂടുതൽ എന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റ് ചെയ്തു, ചൂഷണം ചെയ്തു. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റവന്യൂ ടാക്സ് സിസ്റ്റം മണി ലെൻഡേഴ്സിനെ സഹായിക്കുകയും അതേസമയം കർഷകരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. ആഫ്റ്റർ ദ ഹാർവസ്റ്റ് ദ ഫാമേഴ്സ് വെർ ഫോഴ്സ്ഡ് ടു സെൽ ദ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അറ്റ് വാട്ട് എവർ പ്രൈസ് ദേ കുഡ് ഗെറ്റ്. ആ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷികോൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു? കിട്ടുന്ന വിലക്ക് വിൽക്കാൻ വേണ്ടി കർഷകർ നിർബന്ധിതരാവുകയാണ് ചെയ്തത്. കാരണം അപ്പോഴും അവർക്ക് എങ്ങനെങ്കിലും വിറ്റ് പൈസ കിട്ടണം എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മുടെ കർഷകർ എത്തിച്ചേരാണ് ചെയ്തത്. ലെറ്റ്സ് എക്സാമിൻ ഹൗ ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് അഫക്റ്റഡ് ഫാമേഴ്സ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഫാമേഴ്സിനെ ബ്രിട്ടീഷുകാരുടെ ഈ നികുതി നയങ്ങൾ എങ്ങനെയെല്ലാം ബാധിച്ചു അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്തു എന്ന് നോക്കാം. ഫാമേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ദ ഹൈ ടാക്സ്. എന്താണ്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടക്കാൻ കർഷകര് ബുദ്ധിമുട്ടി. ഈവൻ ഇഫ് ക്രോപ്സ് വേ ഡാമേജ്ഡ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡോട്ട് ദെയർ വാസ് നോ ടാക്സ് റിലീഫ്. പറഞ്ഞു റവന്യൂ ഫിക്സ്ഡ് ആയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു. വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഒക്കെ ഉണ്ടായി കൃഷിനാശം സംഭവിച്ചാലും നികുതിയിൽ യാതൊരു ഇളവും നൽകിയിരുന്നില്ല. പിന്നെന്താണ്? ഫാമേഴ്സ് ഹാഡ് ടു റിലേ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലൂസിങ് ദെയർ ഫാം ലാൻഡ്.
കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് മണി ലെൻഡേഴ്സിനെ, പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. ഡെപ്റ്റ് റിഡൻ ഫാമേഴ്സ് ലോസ് ദെയർ ലാൻഡ്. പക്ഷെ മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കുമ്പോൾ പിന്നെയും അവർ കടക്കാരാവുകയാണ് ചെയ്യുന്നത്. പലിശയൊക്കെ കൊടുത്ത് അത് വീട്ടാനാവാതെ കടക്കാരാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. See how these British land revenue policies affected our farmers. ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഈ 4 പോയിന്റ്സും ഓർത്ത് വെക്കുക. Like the peasants, the British policies made the lives of artisans also miserable. ഇനി നമ്മളെ കർഷകരെ മാത്രമേ ബ്രിട്ടീഷുകാരെ ഈ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടിട്ട് ബാധിച്ചിട്ടുള്ളൂ? കർഷകരെ പോലെ തന്നെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങള് ദുരിതത്തിലാക്കി. മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് ഫ്രം ബ്രിട്ടൻ വെയർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ. ബ്രിട്ടനില് ഈ സമയം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയിരുന്നു. വ്യാവസായിക വിപ്ലവം ഉണ്ടായി. നമ്മളെ ഇവിടുന്ന് റോ മെറ്റീരിയൽ, കോട്ടൺ പോലെയുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് അവര് മെഷീൻസ് ഉപയോഗിച്ചിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് നമ്മളെ നാട്ടിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്തിരുന്നത്. മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് ഫ്രം ബ്രിട്ടൻ വെയർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ. അപ്പൊ ബ്രിട്ടനിൽ നിന്ന് അവർ മെഷീൻ ഉപയോഗിച്ചിട്ട് ധാരാളം പ്രോഡക്ട്സ് ഉണ്ടാക്കി. ആ പ്രോഡക്ട്സ് ഒക്കെ അവര് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഡ്യൂ ടു ദ കോമ്പറ്റീഷൻ വിത്ത് സച്ച് പ്രോഡക്ട്സ്, the market for handicraft products such as cotton, silk, wool, cloth, pottery, leather and edible oil was lost. അപ്പൊ ബ്രിട്ടീഷുകാര് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത മെഷീൻ മെയ്ഡ് യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ മൂലം, അവരുമായിട്ടുള്ള മത്സരം മൂലം നമ്മുടെ കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങള്, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ എന്നിവയുടെ വിപണിയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്കൊന്നും വിൽക്കാൻ പറ്റാതെയായി. കാരണം ബ്രിട്ടീഷുകാരുടെ മെഷീൻ മെയ്ഡ് ഗുഡ്സ് ആണ് അവര് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നത്. ദിസ് ലെഡ് ടു ദ ലോസ് ഓഫ് എംപ്ലോയ്മെന്റ് ഫോർ ദോസ് എൻഗേജ്ഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്. അങ്ങനെ നമ്മളുടെ കൈത്തൊഴിൽ അല്ലെങ്കിൽ കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ വരെ, അവരുടെ ഉൽപ്പന്നങ്ങൾക്കൊന്നും മാർക്കറ്റ് ഇല്ല. അപ്പൊ അവരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇത് കാരണമായി. മെനി വെർ ഫോഴ്സ്ഡ് ടു ഗീവ് അപ്പ് ദെയർ ട്രഡീഷണൽ ഒക്യുപ്പേഷൻ. അവര് പരമ്പരാഗതമായിട്ട് ചെയ്തു വന്നിരുന്ന ഈ കൈത്തൊഴിലൊക്കെ ഉപേക്ഷിക്കാൻ പലരും നിർബന്ധിതരായി. അപ്പൊ ബ്രിട്ടീഷ് പോളിസി കൊണ്ട് പെസൻസിനെ അഫക്റ്റ് ചെയ്തു, ഫാമേഴ്സിനെ അഫക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസൻസിനെ ഒക്കെ ബ്രിട്ടീഷ് പോളിസികൾ ബാധിച്ചു.